കുട്ടനാടിന്റെ ഹൃദയം പറഞ്ഞ് കുട്ടനാടിന്റെ ഹൃദയ താളത്തോടൊപ്പം KC ഫേസ് ടു ഫേസ് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 100ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ 100ാമത്തെ എപ്പിസോഡ്. വെൽക്കം ടു ദി ഷോ KCV ഫേസ് ടു ഫേസ്. കേന്ദ്ര PF ബോർഡ് മെമ്പർ, KPCC സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ, അതിലൊക്കെ ഉപരി സുപ്രീം കോടതി അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് നമ്മളുടെ ഇന്നത്തെ അതിഥി, അഡ്വക്കേറ്റ് അനിൽ ബോസ്. നമസ്കാരം സാർ. സാറൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, സമൂഹത്തിന് നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ ഈ സാമൂഹിക പ്രവർത്തനത്തിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ശരിക്കും രാഷ്ട്രീയത്തിൽ കൂടി തന്നെയായിരുന്നു? എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെയാണ് എന്നെ കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും എൻ്റെ തുടക്കം എൻ്റെ ജന്മസ്ഥലമായ ചെറുകര എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു സ്ഥലമാണ്. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് വന്ന് പ്രതിഷ്ഠ, അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണെന്നറിയപ്പെടുന്ന ചെറുകരയിലാണ്. ആ ചെറുകരയിൽ ഒരു വായനശാലയോടനുബന്ധിച്ചൊരു ബാലയൻ സഖ്യം ഉണ്ടായിരുന്നു, ആൻഡ് റേഡിയോ ക്ലബ്ബ്. മനോരമയുടെ ബാലയൻ സഖ്യമാണ്. അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ പോലൊന്നും അല്ല. നമ്മൾ ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും കുട്ടികളെല്ലാവരും അവിടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുകഥ, കവിത, ലളിതഗാനം, പടം ഇതൊക്കെ വരച്ച് നമ്മൾ അയച്ചു കൊടുക്കും മനോരമയിലേക്ക്. അതിന് ബാലലോകം പ്രോഗ്രാമിലത് സംപ്രേഷണം ചെയ്യും. അപ്പോൾ പറയും ചെറുകര ദീപാവാലയൻ സഖ്യത്തിലെ അംഗവും അതിന്റെ ഭാരവാഹിയുമായ അനിൽ ബോസ് അയച്ച കത്തും ചെറുകഥയും പടവും കിട്ടി എന്ന് പറയുന്നത് കേൾക്കാൻ റേഡിയോ വെച്ച് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായും ബാലയൻ സഖ്യം പ്രവർത്തനമാണ് പൊതുരംഗത്തെ ആദ്യത്തെ പ്രവർത്തന രംഗം. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ കുട്ടനാട്ടുകാർക്ക് സുപരിചിതനാണ്. പക്ഷേ എങ്ങനെയാണ് താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? അത് കുട്ടനാട്ടുകാരിൽ പലർക്കും അറിയാൻ വളരെ വിരളമായിരിക്കും അറിയുന്നവർ. ഒന്ന് പറയുമോ പ്രേക്ഷകർക്ക് വേണ്ടി? അല്ല, നിലവിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരാളുടെ ചെറുമകനായിട്ടാണ് ജനിച്ചത്. പിന്നെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിരവധി പദവികൾ അലങ്കരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം വരാം. അപ്പോൾ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണോ താങ്കളും കോൺഗ്രസിലേക്ക് തന്നെ എത്തിയത്? അല്ല, അത് അല്ല എൻ്റെ യഥാർത്ഥ കാര്യം. പക്ഷെ എന്നെ അറിയുന്ന പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അച്ഛൻ കോൺഗ്രസിൻ്റെ KPC മെമ്പറൊക്കെ ആയിരുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്യച്ഛൻ്റെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം, അപ്പോൾ അതൊക്കെ കൊണ്ട് നേതാവായി വന്നു, അല്ലെ അതിൻ്റെ പ്രവർത്തകരായി എന്നൊക്കെയാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതും പറയുന്നതും ധരിച്ചു വച്ചിരിക്കുന്നതും. ഇതൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥ കാരണം. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ വരാൻ കാരണം കുടുംബ സാഹചര്യം തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള കാരണം ഒരിക്കലും എൻ്റെ അച്ഛൻ അല്ല. തുടക്കത്തിൽ ഞാൻ രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെടുന്നതിനൊക്കെ വളരെ താല്പര്യക്കുറവായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ഞാനും അത് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ കുട്ടനാട്ടിലെ ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, ചമ്പക്കുളത്ത് പുല്ലങ്ങടി എന്ന് പറയുന്ന സ്ഥലത്ത് എബ്രഹാം ബേബി എന്ന് പറയുന്ന, ഇന്ന് പലരും ഓർക്കുന്നില്ല, നമ്മുടെ കോൺഗ്രസ്സുകാർ പലരും ഓർക്കാത്ത ഒരാളാണ് അദ്ദേഹം. ചമ്പക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവി, പാർട്ടിയെ സംബന്ധിച്ച് ചെറിയ പദവിയാണ്, അതൊക്കെ ആയിട്ടുള്ളൂ. അദ്ദേഹം സേവാദൾ ബ്ലോക്ക് ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹം അച്ഛൻ്റെയൊക്കെ വളരെ സുഹൃത്താണ്. ഒരുപക്ഷെ അച്ഛൻ്റെ സൗഹൃദം തുണയായിട്ടുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. കാരണം അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി ഒരു ഇല്ലൻറ്റിൽ ഒരു കത്തയച്ചിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ ഒരു പരിപാടി നടക്കുന്നു, ആലപ്പുഴ DCC ഓഫീസിൽ നിന്ന് പോകണം, നീ വരണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുനാളിൽ സ്കൂൾ കാലയളവിൽ ഒരു കത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്.
ഇന്ന് ആളുകൾ എങ്ങനെ അതിനെ കാണുന്നു അറിയില്ല. അന്നത് വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കത്തയച്ച് അദ്ദേഹം വിളിക്കുക വഴിയാണ് ഞാൻ പോകാനിടയായത്. പിന്നീട് അദ്ദേഹം തന്നെ പ്രേരിപ്പിച്ച് 2-3 കത്തുകൾ അയക്കുകയും ഇന്ദിരാഗാന്ധി മരിച്ച് 1 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഡൽഹിയിൽ നടന്ന ഇന്ദിരാഗാന്ധി സ്മൃതി റാലിയിൽ പാർട്ടി ചെലവിൽ കുട്ടനാട്ടിൽ നിന്ന് 3 പേരാണ് പോയത്. അന്ന് 16 വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അന്ന് പോകാനിടയായതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു യാത്രയും ആ പരിപാടികളുടെ പങ്കാളിത്തമാണ് എന്നെ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റിയത്. കുടുംബ പശ്ചാത്തലം രാഷ്ട്രീയം കോൺഗ്രസ് ആയതിന് കാരണമായിട്ടുണ്ടെങ്കിലും അതിലൊരു പ്രവർത്തകനായി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിലേക്ക് വരാൻ കാരണക്കാരനായതിന് ഞാൻ എക്കാലവും ഞാൻ വലിയ ആളായെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് പ്രേരക ശക്തിയായി നിന്നത് ശ്രീ എബ്രഹാം ബേബിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ വളരെ ബഹുമാനപൂർവ്വം ഓർക്കുകയാണ്. വയലാർ രവി സാറും ആന്റണി സാറും ഇലക്ഷനിൽ മത്സരിച്ചില്ല. ശരിക്കും ഒരു വമ്പൻ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണോ മുതിർന്ന നേതാക്കളായ വയലാർ രവിയും AK ആന്റണി സാറും ഇലക്ഷന് മത്സരിക്കാതെ പിന്മാറിയത്? അതല്ല. നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 20 പാർലമെന്റ് സീറ്റുകളിൽ 16 സീറ്റിലും സിറ്റിംഗ് MP-മാർ മത്സരിക്കുകയാണ്. അതിൽ പലരും പുതുമുഖങ്ങളാണ് പാർലമെന്റ് അംഗം എന്ന നിലയിൽ. അത്തരം ആളുകളെ മാറ്റിക്കൊണ്ട് വേണം അവരൊരു മത്സരരംഗത്തേക്ക് കടന്നു വരാൻ. ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മത്സരിച്ചവരാരാ മോശം? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ വന്ന് ഇന്ത്യയിലെ ഏറ്റവും ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ ശശി തരൂർ പകരം വയ്ക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഒരു സമ്പത്താണ്. അദ്ദേഹത്തെ മാറ്റണോ? അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 10 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരിചയസമ്പന്നനായ നേതാവ്, മന്ത്രിയാണ്. മത്സരിച്ച പല ആളുകൾ 6 പേര് മന്ത്രിമാരാണ്, നിലവിൽ കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ അവരെയൊക്കെ മാറ്റി വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. മാത്രമല്ല ഇവർ 2 പേരും വളരെ മുതിർന്ന നേതാക്കന്മാരും ദീർഘവീക്ഷണത്തോടുകൂടി പാർട്ടിയെ നയിക്കാൻ ഡൽഹിയിൽ ഒരുപാട് ജോലികൾ ഏറ്റിട്ടുള്ളവരും രാജ്യസഭയിലൂടെ വന്നിട്ടുള്ളവരുമാണ്. ഇപ്പോൾ ഇവരൊക്കെ അതിനു മുമ്പ് മത്സരരംഗത്ത് ഒരുപാട് മത്സരിച്ചവരല്ലേ. പുതിയ തലമുറ മത്സരിക്കട്ടെ. അപ്പം പാർട്ടി ഒരു നിർണായക പ്രതിസന്ധി വന്നിട്ട് തീരുമാനിച്ചിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ അവരെല്ലാം തയ്യാറായിരുന്നല്ലോ. ഒരു പരസ്യമായി തന്നെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നു, പാർട്ടി പറഞ്ഞാൽ പറയുന്ന ജോലി ചെയ്യും. താങ്കൾ പൊതുരംഗത്ത് വന്നിട്ട് എത്ര വർഷമായി കാണും? എന്തൊക്കെ പദവികൾ താങ്കൾ ഇതിനകം അലങ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്? പല ഇലക്ഷനുകളിലും താങ്കളുടെ പേര് പലവട്ടം മത്സരിക്കുന്നു പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷം അതറിയില്ല, അതെങ്ങനെയോ വാഷ് ഔട്ടായി പോകുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിനുള്ളിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ കൈനടി AJ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിലെ യൂണിറ്റ് പ്രസിഡന്റായിട്ടാണ് വരുന്നത്. KSUവിൻ്റെ താലൂക്ക് ഭാരവാഹിയായിരുന്നു, ജില്ലാ ഭാരവാഹിയായിരുന്നു, സംസ്ഥാന കൗൺസിൽ മെമ്പറായിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൽ നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗമായി. അതുപോലെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിരവധി വേദികളിൽ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 10-30 വർഷത്തെ എൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഞാൻ താഴോട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ നല്ല ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ടാവും രാഷ്ട്രീയത്തിൽ. രാഷ്ട്ര സേവനമാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇന്ന് MLA ആകുക, MP ആകുക, അതൊക്കെ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ MLA ആകണം എന്നാഗ്രഹിക്കും. കാരണം എന്നാ വെച്ചാൽ MLA അല്ലാത്തപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട്. കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പാലങ്ങൾ, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം, കുട്ടികളുടെ അഡ്മിഷൻ, ബാങ്ക് വായ്പ, അങ്ങനെ എത്രയോ എണ്ണി പറയാൻ കഴിയും. ഓരോ ആളുകളുടെ ഓരോ പഞ്ചായത്ത് വൈസ് നമുക്ക് ലിസ്റ്റ് എടുത്ത് പറയാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉപയോഗിച്ച് നിരവധി ആളുകളെ നമ്മൾ സഹായിച്ചു വരികയാണ്. അപ്പം നമുക്കറിയാം, സ്ഥലത്തൊരു MLA ആളുകൾ ആഗ്രഹിക്കുന്നത് അവരുടെ വീട്ടിലൊരു മരണം നടന്നാൽ ഓടിയെത്തണം, കല്യാണം നടന്നാൽ ഓടിയെത്തണം, ഒരു അതിര് തർക്കമുണ്ടായാൽ ഓടിയെത്തണം, ഒരു ആത്മഹത്യ ഉണ്ടായാൽ ഓടിയെത്തണം. ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായി കുട്ടനാട്ടുകാർക്കറിയാമല്ലോ, അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകേണ്ട പലരുടെ ഉണ്ടാകാറില്ല. അപ്പം നമുക്കിതൊക്കെ ആയിരുന്നെങ്കിൽ കുറെ കൂടി നല്ല രീതിയിൽ, ഇതൊന്നും അല്ലാത്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല. കാരണം വളരെ പരിമിതമായ സീറ്റുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടനാട്ടിൽ ഇതിനു മുമ്പ് പ്രൊഫസർ ഉമ്മൻ മാത്യു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസിന് ആ സീറ്റ് കിട്ടുമെന്ന നിലയിൽ വന്നപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വളരെ ശക്തമായി എൻ്റെ പേര് പറയാൻ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരും തയ്യാറായി. അന്ന് പക്ഷേ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമാണ് കുട്ടനാട്ടിൽ മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പേര് കുട്ടനാട്ടിൽ അല്ല വന്നത്. കാരണം കുട്ടനാട് കേരള കോൺഗ്രസ് ഡോക്ടർ KC ജോസഫാണ് സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ്
ജില്ലയിൽ ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ മുഴുവൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരും അവിടുത്തെ പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതുപോലെ ശ്രീ AK ആന്റണി, ആദരണീയനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങിയ വ്യക്തിത്വമാണ് അദ്ദേഹവും, അതുപോലെ തന്നെ ശ്രീ വയലാർ രവി അടക്കമുള്ള ആളുകൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും വിചാരിച്ചത് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നു അതിൻ്റെ പല സന്ദർഭങ്ങളിലും. പക്ഷേ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ പറയട്ടെ, അരൂരിൽ മാത്രം മത്സരിച്ചിരുന്ന ശ്രീമതി KR ഗൗരിയമ്മ മുന്നണിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്താൽ ആ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ചരിത്രമുള്ള നേതാവാണ് ശ്രീമതി ഗൗരിയമ്മ. ഇപ്പോൾ UDF ഇല്ലെങ്കിൽ പോലും UDFന്റെ ഒരു ഘടകകക്ഷി എന്നതിലുപരി പാർട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേതാവാണ്. അപ്പോൾ ഗൗരിയമ്മയെ പോലൊരാൾക്ക് ചേർത്തല സീറ്റ് വേണമെന്ന് പറഞ്ഞ് കൈമാറേണ്ട സാഹചര്യം മുന്നണി കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തഴയപ്പെട്ടു. അതൊരു ദുഃഖമായി കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് വലിയ പ്രായമൊന്നും ആയില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ MLA ആകാം അല്ലെ MP ആകാം എന്ന് വിചാരിച്ചല്ല തുടങ്ങിയത്. പിന്നെ വന്നു, ഇങ്ങനെ നിൽക്കുന്നു, നമ്മൾ നമ്മുടേതായ ജോലികൾ ചെയ്തു പോകുന്നു. തീർച്ചയായും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അനുഭവമാണ്. താങ്കൾ അഭിഭാഷകനാണ്, അതോടൊപ്പം തന്നെ താങ്കൾ രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി താങ്കൾ ഈ പൊതുപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളിൽ വളരെ വിരളമാണ് കാണുന്നത്. കൂടുതലും കോടതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ അഭിഭാഷക വൃത്തിയോടുള്ള ഒരു അഭിനിവേശം? അല്ല, അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത്, അതിലെനിക്ക് എൻ്റെ അച്ഛനോടാണ് കടപ്പാട്. കുഞ്ഞുനാൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ വീട്ടിൽ ഒരു കറുത്ത ബോർഡിൽ വെള്ള അക്ഷരത്തിൽ ഇവൻ്റെ പേരെഴുതി വെക്കണം, വക്കീലാകണം, ഇതെൻ്റെ ഒരു സ്വപ്നമാണ് എന്നെക്കാലവും അച്ഛൻ പറയും. പക്ഷെ ഞാനത് എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 5 year LLBക്ക് അഡ്മിഷൻ എടുത്ത് അതിൻ്റെ ഒരു പഠനം ആരംഭിച്ചെങ്കിലും എൻ്റെ പഠിത്തം മുടങ്ങിപ്പോയി. രാഷ്ട്രീയം മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് പോകുന്ന ഒരു സാഹചര്യം വന്നു. നിരവധി സമരങ്ങൾ, കേസുകൾ അങ്ങനെയൊക്കെ വന്നു, ഇടയ്ക്ക് മുടങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്പാർക്കായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പറയും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഞാനൊരു 10 വർഷക്കാലം മുമ്പ് ചെല്ലുമ്പോൾ പണ്ടത്തെ രാഷ്ട്രീയ ശൈലിയെ അല്ല, അവിടെ ചെന്ന് നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെ കാണുമ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ 10-20 പേര് നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നതിനോ അല്ലെ നേതാക്കന്മാരെ കാണുന്നതിനോ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നവൻ പറയുന്നു ഞാൻ റിസർച്ച് ചെയ്യുന്നു, വലതുവശത്ത് നിൽക്കുമ്പോൾ പറയുന്നു ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ കോളേജ് ലെക്ചറാണ്, ഞാൻ അഡ്വക്കേറ്റാണ് എന്ന് പറയുമ്പോൾ ഞാൻ മുടങ്ങിപ്പോയ എൻ്റെ ഒരു പഠിത്തം എനിക്കങ്ങനെ പറയാനില്ല. ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട്, BA പാസ്സായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പഠനം അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് 10 വർഷക്കാലങ്ങൾക്ക് മുമ്പുണ്ടായി. അപ്പോൾ എൻ്റെ മുടങ്ങിയ പഠിത്തം ഞാൻ പുനരാരംഭിച്ചു. അതിനുശേഷമാണ് ഞാൻ കോടതിയിൽ പോകാൻ തുടങ്ങിയത്. ആലപ്പുഴയിൽ ആണ് താങ്കളുടെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ. എന്നിട്ടും താങ്കൾ പ്രാക്ടീസിന് വേണ്ടി തിരഞ്ഞെടുത്തത് സുപ്രീം കോർട്ടാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതി തിരഞ്ഞെടുത്തു? ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുന്നത് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തതിന് ശേഷം ശരിക്കും ആലപ്പുഴ ജില്ലാ കോടതിയിലാണ്. അതിനുശേഷം ഞാൻ രാമങ്കരി കോടതിയിൽ പോയി. വളരെ ചുരുങ്ങിയ കാലമാണ്. അപ്പോൾ എൻ്റെ ഈ പ്രാക്ടീസ് തുടങ്ങിയ കാലയളവിലൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് ബോർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാ മാസവും 15 ദിവസത്തോളം ഡൽഹിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതിൽ പലരും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു സുപ്രീം കോടതിയിൽ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സുപ്രീം കോടതി കാണാൻ പോവാണ്. കാരണം ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഇന്ത്യയിലെ ഭരണഘടനാ പദവികൾ എടുക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതാണ്. അപ്പം അതൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് പോയി കണ്ടപ്പോൾ അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അവിടെ കാണുന്നതിന് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ മതി, പക്ഷെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി നമ്മളെന്തിന് ഒരു കാര്യം ചെയ്യുന്നത് താഴെ ചെയ്യണം, അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്നാലോചിച്ചു. സഹായിക്കാനും പറഞ്ഞുതരാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിരവധി ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കി ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവമാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയ കോടതികളിൽ പോയി, ജില്ലാ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, ഇവിടെ എല്ലാം പോയി ആദ്യം ഒരു അനുഭവമാണ്.
താങ്കൾ രാഷ്ട്രീയ നേതാവാണ്, അതിലൊരു അഭിഭാഷകനാണ്. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ താങ്കൾ ഏറ്റെടുത്ത് നടത്തി വരണമായിരുന്നു കുട്ടനാട് പൈതൃക കേന്ദ്രം. എന്താണ് കുട്ടനാട് പൈതൃക കേന്ദ്രം? എന്താണ് ഇനി അതിന്റെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ? കുട്ടനാട് പൈതൃക കേന്ദ്രം എന്ന് പറയുന്ന സംഘടന വളരെ യാദൃച്ഛികമായി കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കന്മാരുടെ ഒത്തിരി പേരുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ. ചില അഭിപ്രായങ്ങൾ നമ്മുടേതല്ലാത്ത അഭിപ്രായങ്ങൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായി എടുക്കുമ്പോൾ അതിനോടൊപ്പം നിന്നു. അപ്പൊ കുട്ടനാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യത്യസ്തതകളുള്ള ഒരു പ്രദേശമാണ്. കൃഷിയാണെങ്കിലും മത്സ്യമാണെങ്കിലും വെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിലും ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ സ്വതന്ത്രമായി നമുക്ക് പല നിലപാടുകളും എടുക്കേണ്ടി വരും. അതിനുള്ള ഒരു വഴിയെക്കുറിച്ച് ആലോചിച്ച് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. പല സന്ദർഭങ്ങളിൽ ആലോചിച്ചു. അപ്പോൾ ഒരിക്കൽ ഞാൻ ഡൽഹിയിലേക്കുള്ള വിമാനയാത്രയിൽ എന്നോട് ഒപ്പം യാത്ര ചെയ്ത ഒരാൾ, ഇങ്ങനെ സ്വാഭാവികമായും കുറച്ചു നേരം അടുത്തിരിക്കുമ്പോൾ സംസാരിക്കുമല്ലോ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു കോളേജൊക്കെ നടത്തുന്ന ആളാണ് മറ്റൊരു സ്റ്റേറ്റിൽ. അപ്പോൾ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടനാട് എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്കറിയാം, വലിയ നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഇത് കുട്ടനാടിന്റെ പ്രകൃതി സന്തുലനാവസ്ഥ ഇപ്പോൾ തകിടം മറിക്കുന്ന സാഹചര്യമാണ്. ഭൂമികൾ നികത്തപ്പെടുന്നു, അതുപോലെ തന്നെ ഒരു റോഡുകൾ വന്നു, ജലനിർഗമന മാർഗങ്ങൾ തടയപ്പെടുന്നു. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. നമ്മളിപ്പോൾ ഈ ഒരു ഷോർട്ട് ഇന്റർവ്യൂവിൽ അത് വിശദമായി പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സജഷൻ 1972 യുനെസ്കോ കൊണ്ടുവന്ന ഒരു വലിയ മൂവ്മെന്റ് ആണ്. ലോകത്തെ പ്രത്യേകതയുള്ള പ്രദേശങ്ങളെയും ചരിത്രപരമായ സംഭവങ്ങളെയും സംരക്ഷിക്കുക, ലോക പൈതൃക കരാർ ട്രീറ്റിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരമൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ലോക പൈതൃക പട്ടികയിൽ കുട്ടനാടിനെ ഉൾപ്പെടുത്തിയാൽ കുട്ടനാടൻ പ്രകൃതി വിഭവം സംരക്ഷിക്കാൻ പറ്റും, മാറുന്ന മാറ്റത്തിനനുസരിച്ച് വർണ്ണ കെട്ടിടങ്ങൾ വരുന്നതിന് തടയാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഭാഗ്യവശാൽ ഒരു ഗുണമുണ്ടായി. ഇതിന്റെ പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് കുട്ടനാട്ടുകാരനായ ഡോക്ടർ MS സ്വാമിനാഥനുമായി എനിക്ക്, അതായത് ഇന്ത്യയും ലോകവും അംഗീകരിക്കുന്ന ഒരു കാർഷിക വിദഗ്ധനാണ്, അദ്ദേഹവുമായി വളരെ നല്ല സൗഹൃദമുണ്ടായി. അദ്ദേഹം അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഭക്ഷ്യ സംരക്ഷണ പട്ടികയിൽ, ലോക പട്ടികയിൽ കുട്ടനാടിനെ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്ന സന്ദർഭമായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ യഥാവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലെ പ്രകൃതി പ്രത്യേകതകൾ സംരക്ഷിക്കുക, നാടൻ കലകൾ സംരക്ഷിക്കുക, നാട്ടറിവുകൾ സംരക്ഷിക്കുക, അങ്ങനെയുള്ള നിരവധി, അതോടൊപ്പം തന്നെ ജനകീയമായിട്ട് കുട്ടനാടൻ ജനത നേരിടുന്ന വിഷയങ്ങൾ. തീർച്ചയായും ഞങ്ങളൊരു തുടക്കം കുറിക്കുമ്പോൾ നല്ലൊരു ലോഞ്ചിങ് ആയിരുന്നു. കാവാലം നാരായണപ്പണിക്കരാണ്, അതൊരു രാഷ്ട്രീയക്കാരുമല്ല ഉദ്ഘാടനം ചെയ്തത്, കാവാലം നാരായണപ്പണിക്കരായിരുന്നു. നവ്യ നായരാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള നിലയിൽ, പ്രചാരക എന്നുള്ള നിലയിൽ ആ പരിപാടി പങ്കെടുത്തത്. കുട്ടനാട്ടിൽ നിന്നും വ്യത്യസ്ത തുറകളിൽ രക്ഷപ്പെട്ട ആളുകളെ മാത്രമാണ് പങ്കെടുപ്പിച്ചത്. അതിലൊരു രാഷ്ട്രീയവും നമ്മൾ നോക്കിയില്ല. അതിൽ ലോഞ്ചിങ് കഴിഞ്ഞു. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം അടുത്ത ഘട്ടം എന്തായി. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുനെസ്കോയിലൊക്കെ ഓരോ ദിവസവും കൊടുക്കുന്ന പേപ്പർ പത്രത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം എന്നുള്ള നിലയിൽ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഒരു നേട്ടം നമുക്കുണ്ടായി. തീർച്ചയായും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ തെരഞ്ഞെടുപ്പ് സാഹചര്യം വന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ മഴയുമാണ്. കാരണം മഴയത്ത് ആർക്കും വെള്ളം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞാൽ കുട്ടനാട് കാലങ്ങളായി നേരിടുന്ന പല പ്രഖ്യാപനങ്ങൾ, എന്റെ പാർട്ടിക്കകത്തും മറ്റു പാർട്ടിക്കകത്തും ഒക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കുട്ടനാട് പൈതൃക കേന്ദ്രം ഒരു വലിയ, ഈ 100ാമത്തെ KCVയുടെ ഫേസ് ടു ഫേസിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ കുട്ടനാട് പൈതൃക കേന്ദ്രം, നമ്മൾ അങ്ങനെ പറയും, നമ്മൾ ഈ മഴ സീസൺ കഴിഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്ന പ്രയാണം കുട്ടനാട്ടിലെ സമ്പൂർണ്ണ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. തുടങ്ങുന്നത് നമ്മൾ പ്രഖ്യാപിക്കും, തീരുന്നത് എന്നുള്ളൊരു ടൈം ഷെഡ്യൂളിൽ മിനിമം 3 ഇയർ എന്നൊരു ടാർഗറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ 3 ഇയർ കൊണ്ട് നടക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് വ്യക്തമായ പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട്. ആ പദ്ധതി, അതിന്റെ രേഖകൾ അതെല്ലാം തയ്യാറായി വരികയാണ്. അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ മഴക്കാലത്തിന് ശേഷം ഉണ്ടാവും. അത് കുട്ടനാട് കണ്ട ഏറ്റവും വലിയ ഒരു മാറ്റം ആയിരിക്കും. അത് രാഷ്ട്രീയമൊന്നുമല്ല, കുടിവെള്ള പ്രശ്നം അത് കുട്ടനാട്ടിലെ
മനുഷ്യന്റെ വായു പോലെ ഇനി മനുഷ്യൻ വായു ഉണ്ടായിട്ടൊന്നും ജീവിച്ച് മുന്നോട്ട് പോകില്ല. കാരണം വെള്ളം അത്ര പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഉൾപ്രദേശങ്ങളിലോട്ടൊക്കെ ഒന്നും ചെല്ലാൻ പറ്റത്തില്ല. കാരണം വണ്ടിയിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ വില കൊടുത്ത് വാങ്ങാൻ പറ്റും, കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പരിഹരിച്ചു പോകുന്നുണ്ട്. പക്ഷേ വളരെ പ്രശ്നമാണ്. നമുക്ക് നീരേറ്റൂറും പ്ലാന്റ് ഉണ്ട്, പൈപ്പുണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എത്ര വീട്ടിൽ കിട്ടുന്നു, എത്ര പേരിത് കേൾക്കുന്നു, എത്ര ജനപ്രതിനിധികൾ ഇതിനെ ഗൗരവമായി അതിനുവേണ്ടി സമയം നീക്കി വയ്ക്കുന്നു. കുട്ടനാടിനോട് സ്നേഹമുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തനവും, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും, ഏത് ജനപ്രതിനിധിയായാലും അവൻ കൊടുക്കേണ്ട ഒന്നാമത്തെ മുദ്രാവാക്യവും ഒന്നാമത്തെ അജണ്ടയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. വേറെ എന്തിനേക്കാൾ വലിയൊരു പ്രശ്നമായി കുട്ടനാട് പൈതൃക കേന്ദ്രം അതിനെ നോക്കിക്കാണുന്നു. അത് 3 വർഷത്തെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഞങ്ങൾ അതിന്റെ പ്രവർത്തനം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിന് കുട്ടനാടിന്റെ സമൂലമായ പിന്തുണ ഉണ്ടാകണം. അത് കുട്ടനാട് പൈതൃക കേന്ദ്രം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ അംഗങ്ങളാണ്. അല്ലാതെ അതിനെ ആരെയും മാറ്റി നിർത്തുക, എല്ലാ സമുദായക്കാരും അതിൽ അംഗങ്ങളാണ്. അല്ലെങ്കിൽ ഇവരുടെ ജാതി മതം ഒന്നുമില്ല, ഓരോ വ്യക്തിയും അംഗങ്ങളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായ സർവേ നടത്തുന്നതിന് വേണ്ടി പല സന്ദർഭങ്ങളിലും പല ഏരിയയിലും ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന്റെ ഒരു ഗ്രാവിറ്റി എന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അത് വലിയൊരു മൂവായിരിക്കും. കുട്ടനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഒരു ചലനമായിരിക്കും. ഒരു പൊതുപ്രവർത്തകന് ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങിയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു പരീക്ഷണത്തിന് നമ്മൾ ഇറങ്ങുകയാണ്. കുട്ടനാട്ടുകാരുടെ ജീവനാടിയാണ് വള്ളംകളി. താങ്കൾ 2 പ്രാവശ്യം രാജീവ് ഗാന്ധി വള്ളംകളി വളരെ മനോഹരമായി നടത്തുകയും ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം സിനിമാ കഥയെ വെല്ലുന്ന തരം ട്വിസ്റ്റുകളും ടേണുകളും നടന്നത്. സ്റ്റേ വരുന്നു, കോടതി ഇടപെടുന്നു, അങ്ങനെ വളരെ വളരെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ശരിക്കും രാജീവ് ഗാന്ധി വള്ളംകളിയിൽ സംഭവിച്ചത്? രാജീവ് ഗാന്ധി ട്രോഫി ജലമേള എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ വളരെ നന്ദിയോടുകൂടി കുട്ടനാടൻ ജനത ഓർക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. കാരണം വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ട കുട്ടനാടിന് സമൂലമായ മാറ്റമുണ്ടാക്കുന്നതും കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെ നിലനിൽപ്പിനും ഏറ്റവും വലിയ സഹായം കുട്ടനാട്ടിൽ എത്തിച്ചേർന്നത് വെള്ളപ്പൊക്ക കാലയളവിൽ 1985 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 1985 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയോടൊപ്പം കുട്ടനാട്ടിൽ വന്നു വെള്ളപ്പൊക്ക ദുരിതം കാണാൻ. അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു വള്ളം, ചുണ്ടൻ വള്ളം കുട്ടനാടിന്റെ ഒരു വലിയ ഒരു ഐശ്വര്യമാണല്ലോ. വള്ളത്തെ തുഴഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ യാത്ര മടങ്ങി രാജീവ് ഗാന്ധി ഡൽഹിയിലെത്തിയതിനു ശേഷം 200 കോടി രൂപയാണ് കുട്ടനാട്ടിലേക്ക് മാത്രമായി അന്ന് അനുവദിച്ചത്. അന്നത്തെ 200 കോടി എന്ന് പറയുന്നത് വലിയ സംഭവമാണ്, വലിയ സംഖ്യയാണ്. അപ്പൊ അതാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെ സംരക്ഷണത്തിനും കല്ലുകെട്ടുകൾക്കും മറ്റ് റോഡുകൾ ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് ഒക്കെ അടിസ്ഥാന ശിലയായി മാറിയത്. തീർച്ചയായും കുട്ടനാട്ടിൽ ഇന്ന് ആളുകൾക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഏറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ കാരണക്കാരനായ രാജീവ് ഗാന്ധിയെ ഓർത്തുകൊണ്ടും അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഓർത്തുകൊണ്ടും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അത് അന്ന് അവിടുത്തെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, നിരവധി ആളുകൾ ചേർന്നിട്ടാണ് അത് സംഘടിപ്പിച്ചത്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളാണ്. പിന്നീട് വന്നിട്ടുള്ള കാലയളവിൽ അത് കാഴ്ചക്കാരായി, അതിന്റെ സംഘാടകരായി ഒക്കെ വന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ അതിന്റെ ക്ലബിന്റെ ചെയർമാനും പ്രസിഡന്റും ഒക്കെയായി പരിപാടി നടത്തി. ഏതാണ്ട് 2008 മുതലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മേജർ റോളിലേക്ക് ഞാൻ വരുന്നത്. 2009, 2010 ആയപ്പോൾ ഫുൾ ഇതായി. അപ്പം നാട്ടിൽ നിന്ന് പണം പിരിച്ചും നാട്ടിലെ ചെറിയ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഖ്യയും വെച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ എൻ്റെ അല്പം വ്യക്തിപരമായ ഒരു കാര്യമെന്ന് അതിൻ്റെ അകത്ത് പറയാവുന്നത്, ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അതിനകത്തുണ്ട്, ഒരുപാട് പേരുടെ ശ്രമമുണ്ട്. പക്ഷെ അതിന് ബൾക്കായിട്ടൊരു സ്പോൺസർ നമുക്ക് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം. അത് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ നടത്തിപ്പിൽ സുഗമമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി അതിനുള്ള കുറേ ബാധ്യതകൾ തീർത്തു, എല്ലാം നേരെയാക്കി വരികയായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ അകത്ത് 79 മെമ്പർമാരാണ് ആ ക്ലബിലുണ്ടായിരുന്നത്. ആ ക്ലബിലെ അംഗങ്ങളിൽ ഒരാളെ പൊതുയോഗം നീക്കം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹത്തെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എനിക്ക് ഏറ്റവും അടുപ്പമുള്ള മുതിർന്ന കുട്ടനാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ അലക്സ് മാത്യു എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അന്നും ഇന്നും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം അതിൻ്റെ അകത്ത് ഈ പൊതുയോഗം പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കണം എന്നൊരു വാദഗതി ഉന്നയിച്ചു. ഞാൻ ആ പൊതുയോഗ തീരുമാനത്തിന് വിരുദ്ധമായി നിൽക്കാൻ തയ്യാറായില്ല. സ്വാഭാവികമായും ഈ പരിപാടി അടുക്കോടും ചിട്ടയോടും കൂടി നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഖ്യാതി എന്താണെന്നുള്ളത്, എന്നെക്കുറിച്ചും രാജീവ് ട്രോഫിയെക്കുറിച്ചും ഉണ്ടായിട്ടുള്ള ഖ്യാതി എന്നാണെന്നുള്ളത് കുട്ടനാട്ടിലെ ആളുകൾക്കറിയാം. സ്വാഭാവികമായും സംഘടനാപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെ ചില താല്പര്യക്കേടുകൾ ഒക്കെ ഉള്ള ചില ആളുകൾ ഈ അവസരം കൃത്യമായി മുതലെടുത്തു. അലക്സ് മാത്യു അതിൻ്റെ അകത്ത്
കുറ്റക്കാരനെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തെ അവർ ഉപയോഗിച്ചു, വളരെ ഭംഗിയായി ഉപയോഗിച്ചു. സ്വാഭാവികമായും 2 ചേരിയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, ചേരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ വള്ളംകളിയിൽ ഏറ്റവും പ്രധാനം ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ചുണ്ടൻ വള്ളങ്ങൾ വന്നു, പരസ്യങ്ങൾ വന്നു, കാണികൾ വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. സ്വാഭാവികമായ ആ സമയത്തൊരു നിരോധനാജ്ഞ വരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ വള്ളക്കാർ വന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായില്ല, കാണികളില്ല എന്നൊരു പ്രശ്നം ഉണ്ടായില്ല, സംഘാടക സമിതിക്ക് കാശില്ല എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായില്ല, നാട്ടുകാർ കാണാൻ തയ്യാറായില്ല എന്നൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അന്നങ്ങനെ വന്ന നിരോധനാജ്ഞയിൽ പറഞ്ഞത് പുളിങ്കുന്നിൽ വർഗീയ കലാപ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വർഗീയ കലാപ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ, RDOയുടെ അധികാരത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ്. അതിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിയും തയ്യാറാവത്തില്ല. സ്വാഭാവികമായും അങ്ങനെ വന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനൊരു ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ചർച്ചയിൽ കാരണമാക്കുന്നില്ല. പക്ഷേ അത് വളരെ ദുഃഖകരമായി പോയി. കാരണം പുളിങ്കുന്ന് പഞ്ചായത്തിൽ അങ്ങനെ ഒരു വർഗീയ കലാപത്തിന് ആവശ്യമായ ഒരു പുകവലി കേസ് പോലും ഇല്ലല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നല്ല ഒരു പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, അതൊരു വിവാദമാക്കാൻ ഞാൻ ഇനിയില്ല. സ്വാഭാവികമായി അത് വളരെ ദുഃഖകരമായി പോയി. അതിൽ ഞാനും കുറേ പേരെങ്കിലും എൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്ന് ധരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും എനിക്കും അതിൽ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. ഇനി എന്തായിരിക്കും രാജീവ് ഗാന്ധി വള്ളംകളിയുടെ മുൻപോട്ടുള്ള? രാജീവ് ഗാന്ധി വള്ളംകളി അതിനുശേഷം നടന്നിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് നടത്തണമെന്നുള്ളത് പുളിങ്കുന്നുകാരുടെ മാത്രമല്ല, വള്ളംകളി പ്രേമികളുടെ മുഴുവൻ ആഗ്രഹമാണ്. എനിക്ക് 100% അത് മുടങ്ങിപ്പോരുന്ന ആഗ്രഹമുള്ള ആളാണ്. എല്ലാവരും യോജിച്ചാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാകും. അല്ലാതെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി അല്ലെ വ്യക്തിപരമായ ഒരു മത്സരത്തിന് വേണ്ടി ഒന്നും ഞാനില്ല. പക്ഷെ എനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. ഈ വർഷം ഭംഗിയായി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം കൊടിക്കുന്നിൽ സുരേഷ് പറയുണ്ടായി, കേരള കോൺഗ്രസ് അദ്ദേഹത്തെ വേണ്ട രീതി പരിഗണിച്ചില്ല, അല്ലെങ്കിൽ കാല് വാരികൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞത് എന്ന്. ശരിക്കും അത് സത്യമായിട്ടുള്ളൊരു പരാമർശമാണോ? അല്ല, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനൊരു ആശയക്കുഴപ്പം തീർച്ചയായിട്ടും UDF ക്യാമ്പിലുണ്ട്. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് ലയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പുകളിൽ വളരെ സജീവമായ ഒരു പ്രവർത്തനം നടത്തിയില്ല എന്ന് വ്യാപകമായി UDF പ്രവർത്തകരുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ അവർ കുറെ കൂടി സജീവമാകേണ്ടിയിരുന്നു. അല്ല സാർ, കോൺഗ്രസ്സുകാരെ മുഴുവൻ അടപടലം വാരിയെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അതായത് ഇന്നൊരു ഗ്രൂപ്പ് നല്ല അദ്ദേഹം. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കേരള കോൺഗ്രസുകാർ വാരി അല്ലെ കോൺഗ്രസുകാർ വാരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ അദ്ദേഹത്തിനുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുകാരിൽ ചില ആളുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കാണത്തില്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസിലും ചില ആളുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കാണത്തില്ല. അതിനപ്പുറം ഒരു വാരൽ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ കുട്ടനാട്ടിലെ ഒരു പൊതുവായ വിഷയം വളരെ ഗൗരവമായി കുട്ടനാട്ടിലെ മുഴുവൻ ആളുകളും, ഞാനത് ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് കുട്ടനാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2 തവണ MLA ആയ ആളാണ് ഡോക്ടർ KC ജോസഫ്. അതിനുശേഷം ഇവിടെ വന്ന് മത്സരിച്ച് തോമസ് ചാണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA ആയി. ഇവർ രണ്ടുപേരും പോയി പിന്നീട് ആ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അതിന്റെ ഗൗരവം മനസ്സിലായോ? ഐക്യജനാധിപത്യ മുന്നണിയിൽ നിൽക്കുക, അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി കൊള്ളാമെന്ന് പറയുക, എല്ലാവരും കൊള്ളാമെന്ന് പറയുക. ജയിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചെല്ലുമ്പോൾ ഇടതുപക്ഷ മുന്നണി കൊള്ളാമെന്ന് പറയുക. അവിടെ തോക്കുമ്പോൾ അവർ മോശക്കാരാണെന്ന് പറഞ്ഞ് ഇപ്പുറത്തോട്ട് ചാടുക. അതിവർ രണ്ടുപേരും, ഈ 2 MLA-മാരും, അതായത് മുൻപ് ഡോക്ടർ KC ജോസഫും ഇപ്പോൾ ചാണ്ടി, അവർ ചെയ്യുന്നത് വളരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിരക്കാത്ത സമീപനമാണ്. കാരണം നമ്മളൊരു കുട്ടനാടൻ ജനതയുടെ മുന്നിൽ വോട്ട് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ, മുന്നണിയുടെ ഒരു രാഷ്ട്രീയ സത്യസന്ധത കൂടി കണക്കിലെടുത്താണ് വോട്ട് കിട്ടുന്നത്. ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് 10,000 വോട്ടോ 5,000 വോട്ടോ അല്ലെങ്കിൽ 15,000 വോട്ടോ ആയിരിക്കും. പക്ഷെ കുട്ടനാടൻ ജനത വിലയിരുത്തുന്നത് പ്രസ്ഥാനം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ടാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുന്നണിയിലേക്ക് ചാടിക്കയറി പോവുക, കൂറുമാറുക, കാലുമാറുക. അപ്പം അത്തരമൊരവസ്ഥ കുട്ടനാട്ടിൽ മേലിലെങ്കിലും ഉണ്ടാകാതിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഈ മാറ്റവും കയറ്റവും ഉണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ പോലും കൂടെയുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. അതിനാരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകും, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. അല്ല സാർ, ഈ മുന്നണി മാറുന്നതിന് കുട്ടനാട്ടിൽ മാത്രമുള്ള പ്രശ്നമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് മുന്നണി മാറി മത്സരിച്ചതും ജയിച്ചതും. ഞാൻ പറഞ്ഞ അങ്ങനെ ആര് ചെയ്താലും
രാഷ്ട്രീയപരമായും വ്യക്തിപരമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുക, ആ പ്രസ്ഥാനത്തിന്റെ പോളിസിയോട് യോജിപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകാം. ഇതല്ലാതെ ഇവിടുന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി അപ്പുറത്തോട്ട് ചാടുക, അപ്പുറത്തുനിന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പുറത്തോട്ട് ചാടുക, അത് വ്യക്തിപരമാണ്. അപ്പൊ അതൊരിക്കലും ആ ഒരു കൂറുമാറ്റ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒരിക്കലും ശാശ്വതമായ ഒരു നാടിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് അത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴും പരസ്പരം വിശ്വാസമില്ലാതെ വരുന്നത്. അപ്പൊ അത്തരം അവസ്ഥകൾ ഒഴിവാക്കാൻ എല്ലാവരും, അത് കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താങ്കളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ താങ്കളുടെ ഫാമിലിയെ പറ്റിയും കൂടെ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. ഒന്ന് പറയുമോ ഫാമിലിയെ പറ്റി? എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾ 5 അംഗങ്ങളാണ്. ഞാനും എൻ്റെ ഭാര്യയും. ഭാര്യയുടെ പേര് ഷീബ അനിൽ ബോസ്. ഷീബ വക്കീലാണ്. ആലപ്പുഴ ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 2 ആൺകുട്ടികളും ഒരു മോളും അടക്കം 3 പേരാണ് മക്കൾ. മൂത്തയാള് ഇപ്പോൾ +1 അപേക്ഷ കൊടുത്തു നിൽക്കുകയാണ്. 2ാമത്തെ മകൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 3ാമത്തത് മോളാണ്. മോള് 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മക്കളുടെ പേര് അനികേഷ്, അൽകേഷ്, അനൈന. ഈ തിരക്കിനിടയിൽ KCB ഒരു ഇന്റർവ്യൂ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഒരുപാട് സ്ഥാനങ്ങളും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞാനും KCB. അതോടൊപ്പം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കാനിടയാവട്ടെ, ജയിക്കട്ടെ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും ദൈവത്തിന്റെ കാര്യത്തിൽ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതൊക്കെ തലവര പോലെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. KCBക്ക് നല്ലത് വരട്ടെ, എനിക്ക് നല്ലത് വരട്ടെ, നാട്ടുകാർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറയാം. ഇപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി നേതാക്കന്മാരും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റാർ അനുസരിച്ച് വരുന്നതാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി കാണാം. അതുവരേക്കും